ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. എൻ്റെ ചാനൽ പുതിയതാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടനും കൂടി അമർത്തി ഈ ചാനലൊന്ന് അപ്ഗ്രേഡ് ചെയ്യണേ. നമുക്ക് തുടങ്ങാം. രാവിലെ തന്നെ നമ്മുടെ റീഗൽ ജ്വല്ലറിയുടെ ആ നെക്ലസ് ആർക്ക് കിട്ടും? അക്ബർ ചോദിക്കുന്നത്, ആർക്കാണ് ഈ നെക്ലസ് കിട്ടാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പറയുന്നുണ്ട് ഇത് ആര്യനാണ് കിട്ടാൻ പോകുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യന് 3 കോയിൻ, ജിസൈലിൻ്റെ 3 കോയിൻ കൊടുക്കും എന്നാണ് പറയുന്നത്. കൊടുത്തിട്ടില്ല, കൊടുക്കും. ആര്യൻ 2 കോയിൻ, അങ്ങനെ 5 കോയിൻ ഉണ്ട്. പിന്നെ 2 കോയിൻ രണ ഫാത്തിമ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ 7 കോയിൻ. അപ്പോൾ ഏറ്റവും അധികം കോയിൻ ആര്യനായിരിക്കുമല്ലോ, അപ്പോൾ ആര്യനാണ് കിട്ടാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നമുക്ക് ഒനിയിൽ പോകുമ്പോൾ 2 കോയിൻ നെവിന് കൊടുത്തിട്ടാണ് പോയത്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കോയിൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ക് പറയുന്നത് അങ്ങനെയൊന്നും പറ്റത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ജിസയിൽ പോകുമ്പോൾ ഇവന് 3 കോയിൻ കൊടുത്തിട്ടില്ലല്ലോ. അഥവാ കൊടുക്കുകയാണെങ്കിൽ ഇവന് 3 കോയിൻ കിട്ടും. അങ്ങനെ മൊത്തം 5 കോയിൻ അവനുണ്ടെങ്കിൽ ആ 5 കോയിൻ അവൻ പോകുമ്പോൾ, അതായത് ആദ്യം പോകുമ്പോൾ അക്ബറിന് കൊടുത്തിട്ട് പോകും. അപ്പോഴേക്കും 9 കോയിനാവും മൊത്തത്തിൽ. അപ്പോൾ ഞാനായിരിക്കും ഈ പണ്ടം എടുക്കാൻ പോകുന്നത്, ഈ റീഗൽ ജ്വല്ലറിൻ്റെ ഈ പണ്ടം എടുക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അപ്പോൾ അത് നിൻ്റെ മനസ്സിലിരിപ്പാണ് മോനെ എന്നും പറഞ്ഞ് അരിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് 7 കോയിൻ്റെ ഞാനാണെങ്കിൽ ഇത് പണ്ടം എടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കൊടുക്കാൻ ആരും സമ്മതിക്കത്തുമില്ല. കാരണം ബിഗ് ബോസ് ഓരോരുത്തരെ ആ ബാഗിൽ ഇട്ടിരിക്കുകയാണ്. ആ കോയിൻ അവർ അവസാനം വരെ അവർക്ക് എത്ര കോയിൻ, ഇപ്പോൾ ഇവർക്ക് ഈ ജിസേലിനേക്കാളൊക്കെ മറികടക്കാൻ പറ്റിയെങ്കിൽ, ബിന്നിക്കും കിട്ടിയിട്ടുണ്ട് കോയിൻ, അപ്പോൾ ഇവരെക്കാളൊക്കെ മറികടക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് ലാസ്റ്റ് ഫിനാലെ സമയത്താണല്ലോ കിട്ടുക. അപ്പോൾ എല്ലാവരും വരുമല്ലോ, അപ്പോൾ അവർക്ക് റീഗൽ ജ്വല്ലറിയുടെ ഈ സമ്മാനം ആർക്കാണെന്ന് വെച്ചാൽ കൊടുക്കും. ഇതൊക്കെ ഇവരുടെ വെറും തോന്നലാണ്, കൊടുത്തു പോകാന്നുള്ളത്. ഒനിയിൽ പറഞ്ഞിട്ട് പോയി എന്ന് പറയുന്നു. ഒനിയിൽ കുറേ ബിഗ് ബോസിനോട് ചോദിച്ചു കൊടുക്കാൻ പറ്റുമോ, ഇപ്പോൾ ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ബിഗ് ബോസിന് ഉത്തരം പറയാതെ ഇപ്പോൾ ഒനിയിൽ പറഞ്ഞു എൻ്റെ കോയിൻ നെവിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവനെ വാക്കുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർ കളിച്ച് നേടിയ കോയിൻ അവർക്ക് തന്നെ ഉണ്ട്, അവസാനമാണ് വിധിച്ചു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് റീഗൽ ജ്വല്ലറിയുടെ ഈ പണ്ടം ഇപ്പോൾ നമുക്ക് പറയാനായിട്ടില്ല. ഇവർ തമ്മിലുള്ള ടോക്കിംഗ് ആണ് ഞാൻ പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ സാബുമാൻ ഇങ്ങനെ ചുറ്റിട്ട് നടക്കുന്നുണ്ട് കുറേ വട്ടമായി. ഇവരെ ഈ ടോക്കിങ്ങിൻ്റെ സമയത്ത് ആര്യനും അക്ബറും ഇരുന്ന് ടോക്ക് ചെയ്യുന്ന സമയത്ത് സാബുമാൻ ഇങ്ങനെ ചുറ്റിട്ട് നടക്കുക. അപ്പോൾ അവസാനം ചോദിക്കുന്നുണ്ട് അക്ബർ, ഏതാ സാബുമാൻ, എനിക്ക് തല കറങ്ങുന്നില്ലേ? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരിക്കലും തല കറങ്ങാറില്ല, എൻ്റെ ഒപ്പം ഇതുപോലെ നടക്കാൻ ഇറങ്ങിയവർക്ക് മുഴുവൻ തല കറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഞാൻ എനിക്ക് തല കറങ്ങാറില്ല, ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന സംഭവങ്ങളാണ് എന്ന് പറയുന്നത് സാബുമാൻ. ആ സമയത്താണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ്. ഷാനവാസ് കൺഫെഷൻ റൂമിലേക്ക് വരിക. ഷാനവാസ് ഭയങ്കര ഗ്ലൂമിയാണ്. എന്നുവെച്ചാൽ പെങ്ങൾ കുട്ടിയായിട്ട് അടിച്ചു പിരിഞ്ഞു. ആകെ ലാലേട്ടൻ്റെ കുറേ ചീത്ത കിട്ടും, ലാലേട്ടനുണ്ട് അപമര്യാദയായിട്ട് പെരുമാറി. ഇതൊക്കെ മനസ്സിലിട്ടിട്ട് നോക്കിയപ്പോൾ ആകെ ടെൻഷനായിട്ടുണ്ടാവും. അപ്പോൾ ആരടുത്തും മിണ്ടാതെ ഭയങ്കര മേക്കപ്പിലാണ്. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞുവെങ്കിൽ കൺഫെഷൻ റൂമിലേക്ക് വരിക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷാനവാസ് ഓക്കെ എന്ന് പറഞ്ഞു. ഷാനവാസ് അപ്പോഴും പോയിട്ടൊന്നുമില്ല. ഷാനവാസ് അവിടെ നിന്ന് മുഖത്ത് ഓരോ തേക്കിലും അതും ഇതൊക്കെ